ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് പഠന പരമ്പരയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സഭാപ്രസംഗകന്റെ പുസ്തകത്തിലെ 1 മുതൽ 6 ഉൾപ്പെടെയുള്ള അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ്. ആദ്യമായി തന്നെ 1-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക്. ചോദ്യം 1. ഏത് ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജമയാണ് സഭാപ്രസംഗകൻ? കൊഹേലത്ത്. ചോദ്യം 2. ജെറൂസലേമിൽ രാജാവും ദാവീദിൻ്റെ പുത്രനുമായവൻ ആര്? സഭാപ്രസംഗകൻ. ചോദ്യം 3. സഭാപ്രസംഗകൻ്റെ വാക്കുകളിൽ എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ഭൂമി. ചോദ്യം 4. സഭാപ്രസംഗകൻ ആരായിരുന്നു എന്നാണ് പറയുന്നത്? ജെറൂസലേമിൽ ഇസ്രായേലിൻ്റെ രാജാവ്. ചോദ്യം 5. ഗ്രന്ഥകാരൻ വിവേചിച്ചറിയാൻ ഉദ്യമിച്ചത് എന്ത്? ജ്ഞാനത്തെ, അറിവിനെ, ഉന്മത്തതയെ, ഭോഷത്വത്തെ. ചോദ്യം 6. ജ്ഞാനമേറുമ്പോൾ ഏറുന്നതെന്ത്? ദുഃഖം. ചോദ്യം 7. ഡാഷ് വർദ്ധിക്കുമ്പോൾ ഡാഷ് വർദ്ധിക്കുന്നു. അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. ഇനി 2-ാം അധ്യായത്തിലേക്ക്. ചോദ്യം 1. ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും മനസ്സിലാക്കിയത് ആര്? സഭാപ്രസംഗകൻ. ചോദ്യം 2. എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം സന്തോഷിച്ചത് എന്ത്? എൻ്റെ ഹൃദയം. ചോദ്യം 3. മിഥ്യയായത് എന്ത്? ജ്ഞാനവും ഭോഷത്വവും. ചോദ്യം 4. ഒന്നുപോലെ മരിക്കുന്നത് ആര്? ഭോഷനും ജ്ഞാനിയും. ചോദ്യം 5. ജീവിതം വെറുത്തത് എന്തുകൊണ്ട്? സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായിരുന്നതുകൊണ്ട്. ചോദ്യം 6. സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം വെറുക്കുന്നതിൻ്റെ കാരണമെന്ത്? അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നത് കൊണ്ട്. ചോദ്യം 7. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി വേറൊന്നില്ല. ആർക്ക്? മനുഷ്യന്. തന്നെ പ്രസാദിപ്പിക്കുന്നവനെ ദൈവം നൽകുന്നത് എന്ത്? ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് പോകാം. ചോദ്യം 1. എല്ലാറ്റിനും ഒരു ഡാഷ് ഉണ്ട്. സമയം. ചോദ്യം 2. മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ചോദ്യം 3. ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ അറിയുന്നു. അതെന്താണ്? എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുന്നു. ചോദ്യം 4. ഡാഷിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല. എന്ത്? ദൈവത്തിൻ്റെ പ്രവൃത്തികളോട്. ചോദ്യം 5. ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനു വേണ്ടി. ചോദ്യം 6. സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് ഗ്രന്ഥകാരൻ കണ്ടത് എന്താണ്? തിന്മ കുടികൊള്ളുന്നത്. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. ജീവിച്ചിരിക്കുന്നവരെക്കാളും മരിച്ചുപോയവരെക്കാളും ഭാഗ്യവാന്മാർ ആര്? ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരും. ചോദ്യം 2. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തേക്കാൾ പാഴ്വേലയേക്കാളും ഉത്തമം എന്ത്? ഒരു പിടി സ്വസ്ഥത. ചോദ്യം 3. ഒരാളെക്കാളും മെച്ചം ആര്? 2 പേർ. ചോദ്യം 4. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണമെന്ത്? അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയുന്നു. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ചോദ്യം 5. വേഗം പൊട്ടാത്തത് എന്ത്? മുപ്പിരിച്ചരട്. ചോദ്യം 6. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ആര്? ബുദ്ധിമാനായ യുവാവ്. ഇനി നമുക്ക് 5-ഉം 6-ഉം അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത് എപ്പോൾ? ദേവാലയത്തിലേക്ക് പോകുമ്പോൾ. ചോദ്യം 2. വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമമായത് എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നത്. ചോദ്യം 3. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഡാഷ് അറിയുന്നില്ല. ഭോഷന്മാർ. ചോദ്യം 4. ആകുലതയേറുമ്പോൾ കൂടുന്നത്. ദുസ്വപ്നങ്ങൾ.
ചോദ്യം 5. നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കേണ്ടത് എന്താണ്? നിന്റെ അധരങ്ങൾ. ചോദ്യം 6. തെറ്റുപറ്റിയതാണെന്ന് ഡാഷിനോട് പറയാൻ ഇടവരുത്തരുത്. ദൂതനോട്. ചോദ്യം 7. സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകൾ വർദ്ധിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടണം. ചോദ്യം 8. എല്ലാവർക്കുമുള്ളത് എന്താണ്? ഭൂമിയുടെ വിളവ്. ചോദ്യം 9. അധ്വാനിക്കുന്നവന് ലഭിക്കുന്നത് എന്ത്? സുഖനിദ്ര. ചോദ്യം 10. ധനികൻ്റെ ഉറക്കം കെടുത്തുന്നത് എന്താണ്? അമിത സമ്പാദ്യം. ചോദ്യം 11. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ല. കാരണമെന്ത്? ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. ചോദ്യം 12. മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ എന്തിനാണ്? ഉദരപൂരണത്തിന്. ചോദ്യം 13. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്ത്? കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്. ചോദ്യം 14. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് എന്തെല്ലാം നൽകുന്നു? സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. ചോദ്യം 15. മിഥ്യയും തീവ്ര വേദനയുമായത് എന്ത്? ദൈവം അവന് നൽകുന്നത് അനുഭവിക്കാനുള്ള കഴിവ് അവന് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു എന്നുള്ളത്. ചോദ്യം 16. സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ 1 മുതൽ 6 അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ എല്ലാം മിഥ്യയും പാഴ്വേലയുമാണെന്ന് എത്ര പ്രാവശ്യം രേഖപ്പെടുത്തുന്നു? 6 പ്രാവശ്യം. ഇതുവരെ നമ്മൾ പഠിച്ചത് സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിലെ ഇത്തവണത്തെ ലോഗോസ് പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.